Good morning, guys. Welcome to another day. അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഉച്ചവറായി. സാറ്റർഡേ അല്ലേ, വേഗം എണീറ്റ് എന്തെങ്കിലും കഴിക്കട്ടെ, വിശക്കുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഫ്രൂട്ട്സ് പ്ലാറ്റർ വിത്ത് 2 eggs, 2 മുട്ട വെച്ചിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. പിന്നെ ഇരുന്നിരുന്ന എല്ലാ ബാലൻസ് ഉള്ള ഫ്രൂട്ട്സും കൂടെ എടുത്ത് കട്ട് ചെയ്തു. പിന്നെ 3 ഡേറ്റ്സും എടുത്തു കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാറ്റർ. ഓക്കെ, ഇപ്പോൾ സമയം ഓൾറെഡി 12:30 ആയി. ഇന്ന് സാറ്റർഡേ ആണല്ലോ, സോ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ലേറ്റ് ലഞ്ച്, ലേസി ഡേ. സുഖി ഉറങ്ങിയിട്ടേ ഇരിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഒരു 3:30-4 മണിയാകുമ്പോൾ അവനെ എണീപ്പിക്കണം. എന്നിട്ട് വേറെ പരിപാടീസ് ഉണ്ട്. എല്ലാരും നല്ല ഉറക്കട്ടാ. സമയം 3:45. എന്താ ഇവിടെ ഒരാൾ നല്ല ഉറക്കം, ഇവിടെ ഒരാൾ നല്ല ഉറക്കം. ഇതെന്താ ഒരു പീസ് ആപ്പിളൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട് നീ? സുന്ദരൻ സുന്ദരൻ. ഇവിടെ ഒരാൾ നല്ല ഉറക്കം. 4 മണിയായി. അതിനെ ഞാൻ വേഗം ലഞ്ച് കഴിക്കാൻ വിചാരിച്ച്. ഈ ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചുള്ള ഗുണം അതാണ്, നമുക്ക് കുറേ ദിവസമായിട്ട് ഓടിക്കാൻ പറ്റും. നല്ല ചൂടുള്ള ചോറും ഇറച്ചി, പിന്നെ ഗ്രീക്ക് യോഗേർട്ട് വിത്ത് കുക്കുംബർ, പപ്പടം ഉണ്ടെന്ന്. സിനിമ ഒക്കെ കണ്ടിട്ട് അങ്ങനെ. ഓക്കെ, സുഖി പെണീക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോയിട്ട് വരാനുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ വാക്കിങ്ങിന് വന്നു. അവള് മൂത്രം ഒഴിക്കുകയാണ്. കാണിക്കണ്ട കാണിക്കണ്ട അവന് മൂത്രം ഒഴിക്കുക. പൈസ കൊടുത്തുകൊണ്ടേ കുളിപ്പിച്ചാടാ, പൈസ കൊടുത്തുകൊണ്ടേ കുളിപ്പിച്ചാടാ, മണ്ണാക്കല്ലടാ. നിങ്ങളെല്ലാരും എൻ്റെ ഇറച്ചി റോസ്റ്റിന് കൊതി വെച്ചാ? എനിക്ക് ഇറച്ചി റോസ്റ്റ് ഇന്ന് കഴിച്ചിട്ട് വയറ് ശരിയില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൊതി വെച്ചിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കണത് കണ്ട്. അങ്ങനെ വാക്കിംഗ് കഴിഞ്ഞിട്ട് കടയ്ക്ക് പോകണം. കുറച്ച് സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുക്കാനുണ്ട്. അപ്പം അതൊക്കെ തീർത്തിട്ട് വേഗം വീട്ടിൽ തിരിച്ചു വരണം. ഇന്ന് ഈവനിങ് ആണ് നമുക്ക് പ്രാക്ടീസ് വെച്ചുള്ളത്, തിരുവാതിര. അപ്പോൾ കുറച്ച് വേഗം പോയിട്ട് വരണം. തിരുവാതിര പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുട്ബോൾ മാച്ച് പോകാനുണ്ട്. ഇറ്റ്സ് ഗോണ ബി എ ബിസി ഡേ ടുഡേ. റൂഫി പൊന്നേ, റൂഫി പൊന്നേ, റൂഫി പൊന്നേ. മക്കൾസ് പിന്നെ ജിമ്മ് പോയിട്ടില്ലല്ലോ. സാധാരണ ഞങ്ങള് ജിമ്മ് ഷൂവും ഫുട്ബോൾ ഷൂവും ഇങ്ങനെ മാറ്റേണ്ടി വരാറുണ്ട് കളിക്കാൻ പോകുമ്പോ. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് നമ്മള് ഫുട്ബോളിനാ പോയത്, ജിമ്മ് പോയിട്ട് അത്ര ഗ്യാപ്പായി. പിള്ളേർ നോക്ക്, എവിടെ സോറോ? നോക്ക്, ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ഗുഡ് ബോയ് ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കണോട്ടാ. എന്തെങ്കിലും തിന്നാൻ തന്നായിരുന്നാ ഡാഡി? ആണോ? നിങ്ങക്ക് കളിക്കാൻ വേണ്ടിട്ടാ? പ്രീ ഫുട്ബോൾ സ്നാക്ക് നേന്ത്രപ്പഴം. 1/4 ഭാഗം ഞാൻ എടുത്തു, 3/4 ഭാഗം അവന്റെ ഫുഡ് എന്ത് ചെയ്യും? അത് കൊടുത്തില്ല, അതാ കഴിക്കണ. ഓക്കെ. നമ്മളിതാ വേൾഡ് കപ്പ് മെസ്സി തൊട്ട ബോളായിട്ട് കളിക്കാൻ പോവാണ്. മെസ്സി തൊട്ടിട്ട് ഞങ്ങക്ക് തന്ന ബോളാണിത്, കോമ്പറ്റീഷൻ ബോള്. അല്ല, ഇന്ന് മിക്കവാറും നമുക്ക് തൊടാൻ കിട്ടും തോന്നില്ല. 18 ആളെന്തോ ഉണ്ട് തോന്നുന്നു പേര്. ഈ കുഞ്ഞു ഗ്രൗണ്ടും. അതെ, ഇടിയോട്ട് ഇടിയായിരിക്കും. എത്ര മറക്കണം? ആയാ ഇവിടെ കുറച്ച് ആൾക്കാർ വാമപ്പ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ
ഷൂ ഒക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്. നാള് കൂടുതലാകും, നോക്കാം. ഇപ്പൊ ഗ്രൗണ്ടിൽ ഇവര് കളിക്കണവർ ഇപ്പൊ 14 പേരുണ്ട്. ഞാൻ ഹാഫ് ടൈം ഒരു ടീമിലും ഹാഫ് ടൈം മറ്റേ ടീമിലും കളിക്കാ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. സഫി അറിയില്ല. സോറി സഫി സുഖീനെ വരിഞ്ഞ് മുറുകയാണ്. നീ ഗുഡ് ഗേൾ ആയിട്ടിരുന്നോ അവിടെ? റൂഫിമ ഗുഡ് ഗേൾ ആയിരുന്നോ? ട്രീറ്റ് ഒക്കെ തന്നിട്ട് വിഴുങ്ങിട്ടിരിക്കുക സാധനം. ഇവിടെ ഗുഡ് ബോയ്, ഗുഡ് 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 ബോയ്. No. No. Kucapi, kucapi anak, kucapi, kucapi. Adik. Kucapi, 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 kucapi. എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി, ഡബിൾ ഓംലെറ്റ്. അപ്പൊ എന്തായാലും ഈ രണ്ടും എനിക്ക് തിന്നാൻ വിടൂല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ രണ്ടെണ്ണത്തിനും കൂടെ ചേർത്ത് ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാൻ അപ്പൊ തിന്നായിരുന്ന നോക്കിക്കോ, എല്ലാരും നോക്കിക്കോ. ഇതേ വരുന്ന നോക്ക്. എന്തേ എനിക്കാണത് എന്ത് സാധനങ്ങളും ഉണ്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് വന്നത്. അത് കുരുമുളക് ഇട്ടത് എന്റെ, കുരുമുളക് ഇടാത്തത് നിന്റെ. ചൂടുണ്ട് ചൂടുണ്ട്. എന്ത് കൊതിയന്മാരാന്നറിയോ. ഇല്ലെങ്കിൽ എന്നെ തിന്നാൻ വിടൂലേ. അപ്പൊ എനിക്ക് വിശന്നിട്ട് തിന്നാൻ പറ്റൂലെങ്കിൽ പിന്നെ ചൂടുണ്ട് ചോറ. വെയിറ്റ് ചെയ്യ. ശരി, അപ്പൊ ഇവർക്ക് കൊടുക്കട്ടെ. നീ എന്താ കുളിച്ചിട്ടും ബോളായിട്ട് വരുന്നുണ്ട്. ശരി ശരി, കഴിക്ക. ശരി, തരാ. തുപ്പരുത്. എന്റെ മുട്ടയിൽ തുപ്പിണ്ടെങ്കില. വാ റൂഫി, നിനക്കുണ്ട്, വാ. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡേ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫുട്ബോളൊക്കെ കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ച് വന്നിരിക്കുകയാണ്. ഗീസർ ഓൺ ചെയ്തിട്ടുണ്ട്. നേരെ പോയി കുളിക്കണം, ഫ്രഷ് ആകണം. ചിലപ്പോൾ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് വരും. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം രാത്രി ചില്ലിങ്. പിന്നെ നാളെ നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫും ബേബിയും വരുന്നുണ്ട്. 3 months ആയ ബേബി ആയിട്ട്. ബേബി ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ഹോം കമ്മിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് രാത്രി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിട്ട് കുറച്ച് ഡെക്കറേഷൻ ഇന്ന് ചെയ്യും. ബാക്കി ഡെക്കറേഷൻ നാളെ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യും. സോ അതൊക്കെയാണ് ഇനി ചെയ്യാൻ പോണത്. അതൊന്നും മിക്കവാറും ഞാൻ കവർ ചെയ്യില്ല, കാരണം അതൊക്കെ വേറെ അവരുടെ ഒരു പ്രൈവറ്റ് കാര്യമാണ്. സോ ഐ വോണ്ട് ബി ഷെയറിങ് ഓൾ ദോസ് തിങ്സ്.
ബട്ട് അതൊക്കെയാണ് ഇനി ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി ഒന്നുമില്ല. ഇന്ന് 2 hours ഫുട്ബോൾ ഗെയിം ആയിരുന്നു. ഡെഡാണ്. ആദ്യമായിട്ടാണ് 18 പേര് വന്നത് കളിക്കാൻ വേണ്ടിയിട്ട്. പുതിയ ബോളിന്റെ ഇനോഗ്രേഷനും ആയിരുന്നു. 18 പേരുണ്ടായിരുന്നു. ഡെഡാണ്. ആദ്യമൊക്കെ ഒരു വേറെ പോലെ കളിച്ചു ഞങ്ങൾ. 10 പേര് അങ്ങനെ എന്തോ ഒരു ടീം ഇങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെ തോന്നുന്നു, അറിയില്ല. ഐ മീൻ 5-6 അങ്ങനെയൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് പിന്നെ എല്ലാവരും കളിച്ചു. കുറെ പേര് പോയി, അപ്പൊ പിന്നെ എല്ലാവരും കളിച്ചു. ശരി, അപ്പൊ എന്തായാലും എല്ലാ ദിവസത്തെയും നമ്മൾ ചെയ്യണത് തെറ്റിക്കണ്ട. നമുക്ക് ഇന്നും എടുക്കാം. ശരി, ബ്ലൂ എടുക്കാം. 2 വന്നു, അപ്പൊ എന്തായാലും 2 വായിക്കാം. ഓക്കെ. നോയിങ് വെൻ ടു വാക്ക് അവേ ഈസ് വിസ്ഡം. അത് സത്യം തന്നെ കേട്ടോ. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോ അതിൽ നിന്ന് നമ്മൾ പുറത്തു പോകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മൾ ഒരു പാരസൈറ്റ് പോലെ ബാക്കിയുള്ളവർക്ക് ഒരു ശല്യമായിട്ടോ ഇറിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കേ ഭയങ്കര ടോക്സിക് ആയിട്ട് തോന്നുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. സോ യു ഷുഡ് നോ വെൻ ടു വാക്ക് അവേ. അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ആളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുനിന്ന് എപ്പോൾ മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ എൻ്റെ ജീവിതത്തിലൊക്കെ കുറെ റിലേറ്റബിൾ ആണ്. സോ ഐ നെവർ റിഗ്രറ്റ് അബൌട്ട് എനി ഡിസിഷൻസ് ഐ ടുക്ക്. സോ റൈറ്റ് ടൈമിൽ ഐ വാക്ക്ഡ് അവേ. അതേപോലെ എല്ലാവരും അവർക്ക് ഒട്ടും പറ്റില്ല, അതല്ല നമ്മളെ റൈറ്റ് പ്ലേസ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് ദ റെസ്പെക്ട്, ഇഫ് വി ആർ ഗെറ്റിംഗ് ഇൻസൾട്ടഡ് ഇൻ ഓൾ ദ വേ, അതൊന്നും ഇപ്പൊ പറയണില്ല, അങ്ങനെയൊക്കെ ആണെച്ചെങ്കിൽ വി ഷുഡ് നോ ഹൗ ടു വാക്ക് അവേ ഫ്രം ദെയർ. അങ്ങനെ. അടുത്തത് എന്താ? വാട്ട് എവർ യു ആർ നോട്ട് ചേഞ്ചിങ് യു ആർ ചൂസിങ്. അതും ശരി തന്നെ. അതിപ്പോ നല്ല സ്വഭാവം ആവട്ടെ ചീത്ത സ്വഭാവം ആവട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ അത് മാറ്റാൻ റെഡി അല്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ചൂസിങ് ഇറ്റ്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾക്കൊരു ഒരു ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കണ പോലത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ അത് മാറ്റാൻ റെഡി ഇല്ലാച്ചെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ചൂസിങ് ഇറ്റ്. അപ്പൊ പിന്നെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർ നിങ്ങളെ സഹിക്കണോ വേണ്ടെന്നുള്ളത് ബാക്കിയുള്ളവർ തീരുമാനിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കാം. ഓക്കെ. അതേപോലെ നല്ല കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ക്യാരക്ടർ ഉണ്ട്, യു ആർ ഷെയറിങ്, യു ആർ കെയറിങ്, യു ആർ ഓൾവേസ് വെൽക്കമിങ്, അങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ നിങ്ങളത് മാറ്റുന്നില്ല വെച്ചെങ്കിൽ ബിക്കോസ് യു ചൂസ് ദാറ്റ്. നിങ്ങൾക്ക് നല്ലതായിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഇന്ന് ഡിന്നർ മിക്കവാറും ഇവിടെ ഫ്രണ്ട്സ് വരും പറഞ്ഞില്ല, അപ്പൊ ഇവരെന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. ഇവിടെ ഉള്ള ഇച്ചിരി ഇറച്ചി ഉണ്ട്, അതും ഇവരിപ്പെടുത്ത് കഴിക്കും, അവർക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും അവർക്ക് തികയാത്തതിന് അവരെന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചോളും. എനിക്കിന്ന് കാര്യമായിട്ടൊന്നും വേണ്ട. ടുഡേ ഈസ് മൈ ഡേ 1 ഇഫ് യു നോ. അപ്പോ ആ ഡേ 1 എൻ്റെ അത് സ്റ്റാർട്ടായി. അത് ഞാൻ ഫുട്ബോളിന് ഇറങ്ങാൻ നേരത്തെ ഞാൻ അറിഞ്ഞത്. അത് സ്റ്റാർട്ടായി എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ നേരെ പോയി ഫുട്ബോൾ കളിച്ചു. എനിക്ക് എപ്പോഴും ഫസ്റ്റ് ഡേ അല്ല അത്ര ട്രബിള്, സെക്കൻഡ് ഡേ ആണ് ട്രബിൾ ആവാറ്. അപ്പൊ ഇന്ന് ഇവരൊക്കെ സുഖിയും ഫ്രണ്ട്സൊക്കെ കളിയാക്കല്ല, അവരൊക്കെ പറയായിരുന്നു നിന്നെ ഇതിന്റെ ഒക്കെ വിസ്പറിന്റെയും സ്റ്റേഫറിന്റെ ഒക്കെ കമ്പനീന്റെ ആഡിന് വിടാ. ഇത് കഴിഞ്ഞ ഉടനെ പോയിട്ട് 2 hours ഫുട്ബോളൊക്കെ കളിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ. യെസ്, ഐ ആം സ്ട്രോങ്. ആരും കണ്ണ് വെക്കല്ലേ, എനിക്ക് തിരിച്ചും വയ്യാതെ കിടക്കാൻ വയ്യ. ഓക്കെ. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഓക്കെ. പ്ലീസ് ഡു സപ്പോർട്ട്, സബ്സ്ക്രൈബ്. ഓക്കെ, സോറോണ്ട് പറയാ. സോറോ പറഞ്ഞുവിട്ടാ എല്ലാവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമന്റ്. Okay, tight hugs. Love you all. Bye.